തിരുവനന്തപുരം മംഗലപുരത്തിന് സമീപം കൊയ്ത്തൂർ കോണമെന്ന ഒരു കൊച്ചു ഗ്രാമം. അവിടുത്തെ നാട്ടുകാർ ഒരു കൊലപാതക വാർത്ത കേട്ടാണ് പുലർച്ചെ ഉറക്കമുണർന്നത്. വീട്ടിൽ തനിച്ചു താമസിക്കുന്ന ഭിന്നശേഷിക്കാരിയായ 69കാരി പുലരും മുൻപ് പൂജയ്ക്ക് പൂ പറിക്കാൻ വീടിന് പുറത്തിറങ്ങിയതാണ്. നേരം വെളുത്തിട്ടും വയോധികയെ കാണാതായതോടെ ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയപ്പോൾ കണ്ടത് ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച. ശരീരമാസകലം മുറിവേറ്റ നിലയിലായിരുന്നു മൃതദേഹം. വസ്ത്രം വലിച്ചു കീറിയിരുന്നു. കമ്മലും നഷ്ടപ്പെട്ടു. മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയോധിക ബലാത്സംഗത്തിന് ഇരയായതായി കണ്ടെത്തി. പ്രതി പോത്തൻകോട് സ്വദേശി തൗഫീഖ് മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിലായിരുന്നു. രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 69കാരി വെളുപ്പിനെ പൂജയ്ക്ക് പൂ പറിക്കാൻ പോയപ്പോഴായിരുന്നു സംഭവം. മുഖത്ത് മുറിവേറ്റ പാടുണ്ട്. ബ്ലൗസ് കീറിയ നിലയിലുമായിരുന്നു. പിന്നീട് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്ന കാര്യം വ്യക്തമായത്. രഹസ്യഭാഗങ്ങളിൽ മുറിവേറ്റിരുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണത്തിനിടയാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉടുത്തിരുന്ന മുണ്ടിട്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതി തൗഫീഖിൽ എത്തിച്ചേർന്നത്. പോത്തൻകോട് സ്വദേശിയായ തൗഫീഖ് പോക്സോ അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തിരുവനന്തപുരം നഗരത്തിലെ രാജാജി നഗറിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായാണ് പ്രതി മംഗലപുരത്തേക്ക് എത്തിയത്. ബൈക്കുടമ കുഞ്ഞുമോൻ മോഷണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇടയ്ക്ക് ബൈക്കിന്റെ ചെയിൻ പൊട്ടിയതിനെ തുടർന്ന് മറ്റൊരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചാണ് പ്രതി കൃത്യം നടത്തിയ സ്ഥലത്തെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വൃദ്ധ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നതെന്ന് പ്രതി മനസ്സിലാക്കിയിരുന്നു എന്നാണ് സൂചന. രാവിലെ സഹോദരിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. കൊലപാതകത്തിന് ശേഷം വൃദ്ധയിൽ നിന്ന് കവർന്ന കമ്മൽ പ്രതി ചാലയിലെ ജുവലറിയിൽ 5000 രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്നു. കമ്മൽ ജുവലറിയിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം.